തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി ബലാത്സംഗം ചെയ്തത് തമിഴ്നാട് സ്വദേശിയെന്ന് തിരിച്ചറിഞ്ഞു. ലോറി ഡ്രൈവറായ പ്രതിയെ മധുരയിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കും. പെൺകുട്ടി നേരിട്ടത് ക്രൂരപീഡനമെന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. അതിക്രമത്തിന് പിന്നാലെ പെട്രോളിംഗ് ശക്തമാക്കിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ P. അനിൽകുമാർ പറഞ്ഞു. എന്നാൽ പെൺകുട്ടി താമസിച്ച ഹോസ്റ്റലിൽ CCTV സംവിധാനമില്ലെന്ന് വിമൻസ് ഫോറം കൺവീനർ പ്രശാന്തി പറഞ്ഞു. ടെക്നോ പാർക്ക് എംപ്ലോയീസ് വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ പ്രതിധ്വനിക്ക് അതോറിറ്റീസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് സുരക്ഷ കൂടുതൽ ശക്തമാക്കുക. ഇനിയും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷ കൂടുതൽ ശക്തമാക്കണം. എല്ലാ ഹോസ്റ്റലുകളിലും CCTV ക്യാമറ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഹോസ്റ്റലുകൾ എന്ന് പറയുമ്പം കുറേ ആൾക്കാർ ബിൽഡിംഗ് എടുത്തിട്ട് അങ്ങ് നടത്തി പോവുകയാണ്. അവിടെ ഒരു അതോറിറ്റിയോ ഒരു വാർഡനോ അങ്ങനെ ഒരു കുട്ടികൾക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ആരുമില്ല. ഫുഡ് കൊടുക്കുന്നു, അവരവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ അങ്ങനെ അവർക്ക് പെട്ടെന്ന് പോയി എന്തെങ്കിലും ഇഷ്യൂ പറയാനോ ജസ്റ്റ് ഫോണിൽ സംസാരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. അവിടെ അതോറിറ്റി ആയിട്ട് ഒരാൾ എപ്പോഴും 24 hours ഉണ്ടാകണം. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളിപ്പം നിർദ്ദേശം വയ്ക്കുന്നുണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഒരുപാട് വീഴ്ചകളുടെ സൂചനകളല്ലേ ഇപ്പോൾ ഈ സംഭവം കാണിച്ചു തരുന്നത്? ഹോസ്റ്റലിൽ CCTV ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഹോസ്റ്റൽ മുറിയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ തൊട്ടപ്പുറത്തെ മുറികളിലുള്ളവരൊന്നും അറിയാതെ പോയതെന്തൊരു ശക്തമായിരുന്നെങ്കിൽ കഴക്കൂട്ടം പോലൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കില്ല. കാരണം IT ജീവനക്കാർ രാത്രി സമയങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. രാത്രിയൊക്കെ റോഡിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകാറുണ്ട്. ഈ മേഖലയിലാണ് ഇയാൾ ധൈര്യപൂർവ്വം മോഷണം നടത്തിയ ശേഷം വന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഹോസ്റ്റൽ മുറിയിലേക്ക് കയറുന്നത്. എന്തുകൊണ്ട് ചുറ്റുമുള്ളവരാരും അറിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ഹോസ്റ്റലിന്റെ ഒരു സംവിധാനം എങ്ങനെയാണ് അരുൺ കാണാനാകുന്നത്? സ്മൃതി, നിലവിൽ കാലങ്ങളായിട്ട് ടെക്നോ പാർക്കിന് ചുറ്റുമുള്ള 750ഓളം വരുന്ന ഹോസ്റ്റലുകളുണ്ട്. അതിൽ തന്നെ 15,000-ഓളം വരുന്ന ജീവനക്കാരാണ് താമസിക്കുന്നത്. ഇവിടെ പ്രതിനിധിയുടെ ജീവനക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹോസ്റ്റലുകളൊന്നും തന്നെ അംഗീകൃതമായിട്ടുള്ള ലൈസൻസോടുകൂടിയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സംശയം നിലവിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് CCTV ഇല്ല എന്നുള്ളതാണ്. അതായിരുന്നു ഈ അന്വേഷണ സംഘത്തിനും ഏറെ വെല്ലുവിളിയായി മാറിയത്. തൊട്ടടുത്തുള്ള CCTVകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിയിലേക്ക് ഇന്നലെ എത്തിച്ചേർന്നതും തുടർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രതിയെ മധുരയിലെത്തി ഈ അന്വേഷണ സംഘം പിടികൂടാൻ ഇടയാക്കിയത്. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോസ്റ്റലുകൾ അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസോടുകൂടിയാണോ പ്രവർത്തിക്കുന്നത്, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഹോസ്റ്റലിലെ ഉടമസ്ഥർ പാലിച്ചിട്ടാണോ ഈ ഹോസ്റ്റലിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ സംഭവിച്ച ഈ ഒരു പീഡന ശ്രമം നടന്നത് ഈ പെൺകുട്ടിയുടെ കൂടെ താമസിക്കുന്ന സഹപ്രവർത്തകർ അവർ നാട്ടിൽ പോയിരുന്ന സമയം, അവർ തിരികെ വരുന്ന ദിവസമായിരുന്നു വെള്ളിയാഴ്ച. അത് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ആശയവിനിമയം നടത്തിയതിനു ശേഷം അവർ തിരികെ വരുന്നത് കണക്കിലെടുത്തിട്ടാണ് പെൺകുട്ടി വാതിൽ തുറന്നിട്ടിട്ട് കിടന്നത്. ആ കിടക്കുന്ന സമയത്ത് എപ്പോഴോ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിനിടയിലാണ് ഈ തക്കം പാത്തിരുന്ന ഈ പ്രതി ഈ പെൺകുട്ടിയെ ആ റൂമിൽ കയറി പുലർച്ചെ 2 മണിയോടുകൂടി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. പിന്നീട് ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഇവിടെ ഉണ്ടായിട്ടുള്ള പിഴവെന്ന് പറയുന്നത്, ആ ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഒരുപക്ഷെ തടയാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, കോവിഡ് കാലത്തിന് മുൻപ് വരെ ടെക്നോ പാർക്കിൽ പിങ്ക് പോലീസിന്റെ സേവനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കോവിഡ് കാലം കഴിയുമ്പോഴേക്കും പിങ്ക് പോലീസ് ഇപ്പോൾ ഇല്ല. രാത്രികാലത്തെ പെട്രോളിംഗ് ഇല്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവറിന് താഴെയുള്ള സർവീസ് റോഡിൽ പോലും കൃത്യമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവമുണ്ട്. ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ടെക് ജീവനക്കാർ നേരിടുന്നതാണ് പ്രതിനിധിയുടെ വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു